ഇപ്പോൾ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മാധ്യമങ്ങളെ കാണുന്നു. എന്നെ തത്സമയ സ്വീകരണത്തിൽ പങ്കെടുക്കുകയോ അവരുമായി അവരുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കുകയോ ചെയ്താൽ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിൽ തുടരാനുള്ള അർഹതയില്ല, എം പി ആയി തുടരാനും അർഹതയില്ല. കാര്യം രണ്ട് നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ആളുകളുമായിട്ട് എനിക്ക് എങ്ങനെ യോജിക്കാൻ പറ്റും? എനിക്കെങ്ങനെ വേദി പങ്കിടാൻ പറ്റും? അവരുടെ വീട്ടിൽ പോയി അവരുടെ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എങ്ങനെ പറ്റും? അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 2 പേരെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ വരുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ ആളുകളും മൊഴി കൊടുക്കും. മൊഴി കൊടുത്തതിന് ശേഷം KPCCയുടെ നിലപാടാണ് എനിക്കറിയേണ്ടത്. രക്തസാക്ഷികളെ അപമാനിച്ചവരോടാണോ അത് രക്തസാക്ഷി കുടുംബങ്ങളോടാണോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് വളരെ വിശദമായി പറയാം. ഇപ്പോൾ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ തെലങ്കാനയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തി. അവിടുന്ന് ഞാൻ മാവേലി വന്നു. ഇവിടെ നടക്കുന്ന ഒരു സംഭവവികാസങ്ങളും എനിക്കറിയത്തില്ല. ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാരെയും അപമാനിക്കാനല്ല. ആരെങ്കിലും സ്വയം എന്നെ അപമാനിക്കാനാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് സ്വയം കരുതിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല. താങ്കൾ ഇപ്പം പറഞ്ഞതേ താൻ സ്വഭാവത്തോടെയാണ് പോസ്റ്റ് ഇട്ടതെന്നാണ്. അപ്പം ബാലകൃഷ്ണൻ പെരിയാണ് ഈ പോസ്റ്റ് അല്ല ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് പറയാനുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇനിയും നിങ്ങളെ കാണും. അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന് KPCC എടുക്കുന്ന നിലപാടിന് ശേഷം ഞാൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടും. പറയട്ടെ തെളിവുകൾ ഞാനല്ലല്ലോ പുറത്തുവിടുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷം ഈ പുള്ളി ആരെയൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട് അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആരും മരിച്ചിട്ടില്ലല്ലോ. അവരൊക്കെ, അതായത് കാഞ്ഞങ്ങാട്ടെ മാധ്യമ പ്രവർത്തകർ, KSU ജില്ലാ പ്രസിഡന്റ്, പാർലമെൻറ്റ് ചുമതല വഹിച്ച സൈമൺ അലക്സ്, അതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ സംഘടനയുടെ നേതാവിനെ വിളിച്ച് ഫോൺ, അവരെല്ലാം അന്വേഷണ കമ്മീഷൻ ഞങ്ങൾ കൊടുക്കുമല്ലോ, ഇന്ന ആളുകൾ മൊഴി കൊടുക്കാൻ തയ്യാറ്, അവരെല്ലാം കാണും. അന്വേഷണ കമ്മീഷൻ്റെ അടുത്ത് ഞങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് മാധ്യമ പ്രവർത്തകരെ കാണുകയായിരുന്നു. വീണ്ടും വിശദമായി മാധ്യമങ്ങളെ കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.